വളരെ കാലം മുമ്പ് ഗ്രാമത്തിൽ നിന്ന് വളരെ അകലെ ശാന്തമായ ഒരു വനത്തിൽ വളരെ ബുദ്ധിമാനായ ഒരു സന്യാസി ജീവിച്ചിരുന്നു. അദ്ദേഹം വനത്തിലെ ഒരു ചെറിയ ഗുഹയിൽ സമാധാനത്തോടെ ജീവിച്ചു. അദ്ദേഹം തന്റെ ദിവസങ്ങൾ ധ്യാനിച്ചും ആവശ്യമുള്ളവരെ സഹായിച്ചും ചിലവഴിക്കുകയായിരുന്നു. ഒരു സായാഹ്നത്തിൽ സന്യാസി തന്റെ ഗുഹയുടെ മുന്നിലിരിക്കുമ്പോൾ ഒരു ചെറിയ എലി കാക്കയുടെ കൊക്കിൽ നിന്ന് താഴേക്ക് വീണു. എലി ഭയന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. വീഴ്ചയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. സന്യാസി അതിനെ മെല്ലെ എടുത്ത് തന്റെ ഗുഹയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് കുറച്ചു ധാന്യങ്ങൾ നൽകി. അന്നു മുതൽ എലി സന്യാസിയോടൊപ്പം ഗുഹയിൽ താമസിക്കാൻ തുടങ്ങി. സന്യാസി ദിവസവും എലിക്ക് ഭക്ഷണം നൽകി അതിനെ പരിപാലിച്ചു. പതുക്കെ ആ ചെറിയ എലി വളർന്ന് ആരോഗ്യവാനായി. ഒരു ദിവസം കാട്ടിൽ നിന്ന് ഒരു പൂച്ച ഗുഹയ്ക്ക് സമീപം എലിയെ കണ്ടെത്തി അതിനെ ഓടിക്കാൻ തുടങ്ങി. ഭയന്ന് വിറച്ച എലി അകത്തേക്ക് ഓടിച്ചെന്ന് സന്യാസിയുടെ വസ്ത്രങ്ങൾക്ക് പിന്നിൽ മറഞ്ഞു. തന്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. സന്യാസി ആ പൂച്ചയെ ഓടിച്ചുവിട്ടു. പക്ഷേ എലിയുടെ കണ്ണുകളിലെ ഭയം കണ്ട് സന്യാസിക്ക് അഗാധമായ അനുകമ്പ തോന്നി. പൂച്ച വീണ്ടും വന്ന് എലിയെ ആക്രമിക്കും. അവനെ സംരക്ഷിക്കാൻ ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കില്ല, അദ്ദേഹം ചിന്തിച്ചു. അതുകൊണ്ട് തന്റെ ആത്മീയ ശക്തികൾ ഉപയോഗിച്ച് സന്യാസി എലിയെ പൂച്ചയാക്കി മാറ്റി. ഇനി എലിക്ക് പൂച്ചയെ ഭയപ്പെടേണ്ടതില്ല. പൂച്ചയായ ശേഷം എലി ഭയമില്ലാതെ കാട്ടിൽ അലയാൻ തുടങ്ങി. അത് വളരെ സന്തോഷകരമായി ജീവിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസത്തേക്ക് എല്ലാം നല്ല രീതിയിലായിരുന്നു. എന്നാൽ ഒരു ദിവസം പൂച്ചയെ കണ്ടൊരു കാട്ടുനായ അതിനെ ഓടിക്കാൻ തുടങ്ങി. വീണ്ടും പൂച്ച സന്യാസിയുടെ അടുത്തേക്ക് ഓടി വന്നു. അദ്ദേഹത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. അതിന്റെ ജീവൻ എപ്പോഴും അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ സന്യാസി പൂച്ചയെ നായയാക്കി മാറ്റി. നായയായതിനു ശേഷം എലി വീണ്ടും ഭയമില്ലാതെ കാട്ടിലലഞ്ഞു. ഒരു ദിവസം വരെ എല്ലാം സുഖമായി പോയി. എന്നാൽ ഒരു കടുവ നായയെ കണ്ട് അതിനെ പിന്തുടരാൻ തുടങ്ങി. സ്വയം രക്ഷയ്ക്കായി ഓടിയ നായ ഭയന്ന് വിറച്ച് ഗുഹയിലേക്കെത്തി. നായയുടെ ദുരവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ സന്യാസി ഒരിക്കൽ കൂടി കരുണ കാണിക്കുകയും അതിനെ ഒരു ഗംഭീര കടുവയാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ കടുവയായി മാറിയ എലി കാടിന്റെ രാജാവായി. അവൻ കാട്ടിൽ സ്വതന്ത്രമായി വിഹരിച്ചു. എല്ലാ മൃഗങ്ങളും അവനെ ഭയപ്പെട്ടു. അവനെ കണ്ട് എല്ലാവരും ഓടിപ്പോയി. അങ്ങനെ കുറച്ചു നാളുകൾ കടന്നുപോയി. ഒരു ദിവസം കടുവ കാട്ടിലൂടെ അലഞ്ഞു തിരിയുമ്പോൾ പെട്ടെന്നൊരു വേട്ടക്കാരൻ പ്രത്യക്ഷപ്പെട്ടു. വേട്ടക്കാരൻ തോക്കുമായി അവനെ പിന്തുടർന്നു. വെടിയുണ്ടയുടെ വലിയ ശബ്ദം കേട്ട് ഭയന്ന കടുവ എങ്ങനെയോ ഗുഹയിലേക്ക് ഓടിയെത്തി. അവൻ സന്യാസിയുടെ പിന്നിൽ ഒളിച്ചു. ദയവായി എന്നെ വേട്ടക്കാരിൽ നിന്ന് രക്ഷിക്കൂ, അല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. സന്യാസിക്ക് വീണ്ടും സഹതാപം തോന്നി. തന്റെ മന്ത്രം ഉപയോഗിച്ച് കടുവയെ ഒരു മനുഷ്യനാക്കി മാറ്റി. ഇപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എലി വളരെ സന്തോഷവാനായിരുന്നു. അവന് സ്വയം ശക്തനും സ്വതന്ത്രനുമായി തോന്നി. അവൻ അടുത്തുള്ള ഒരു ഗ്രാമം സന്ദർശിച്ചു. ആളുകൾക്കിടയിൽ ജീവിക്കാൻ തുടങ്ങി. കാലക്രമേണ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചും സമാധാനപരമായ ഒരു കുടുംബജീവിതം ആരംഭിക്കുന്നതിനെക്കുറിച്ചും അവൻ ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ ഒരു ചിന്ത അവനെ അലട്ടി. അവൻ ചിന്തിച്ചു, ഞാൻ ഒരു കാലത്ത് ഒരു എലിയായിരുന്നു. അത് സന്യാസിക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ഒരു ദിവസം അയാൾ ഞാനൊരു എലിയായിരുന്നുവെന്ന് ആരോടെങ്കിലും പറഞ്ഞാലോ? അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും. ആളുകൾ എന്നെ ബഹുമാനിക്കുന്നത് നിർത്തും. ആ ഭയം അപകടകരമായ ഒരാശയമായി മാറി. അവൻ ചിന്തിച്ചു, എന്റെ രഹസ്യം ഒരിക്കലും വെളിപ്പെടുത്താൻ കഴിയാത്ത വിധം ഒതുക്കിത്തീർക്കണം. ആ സന്യാസിയെ കൊല്ലണം. ആ ദുഷിച്ച ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് അവനൊരു കത്തിയെടുത്ത് സന്യാസിയുടെ ഗുഹയിലേക്ക് പോയി, അദ്ദേഹത്തെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ. എന്നാൽ അവൻ ഗുഹയിൽ പ്രവേശിച്ച ഉടനെ ജ്ഞാനിയായ സന്യാസി അവനെ കാണുകയും അവന്റെ ദുഷിച്ചുദ്ദേശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അവൻ അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് സന്യാസി തന്റെ മന്ത്രം ജപിച്ച് അവനെ ഒരു ചെറിയ എലിയാക്കി മാറ്റി. ചുണ്ടെലിയായി മാറിയ ശേഷം ആ ചെറിയ ജീവി ഭയന്ന് ഞെരുങ്ങുകയും ഗുഹയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തെ ഈ കഥയുമായി ബന്ധപ്പെടുത്തിയാൽ നമുക്ക് കണ്ടെത്താനാകും കഥ നമ്മെ ആഴത്തിലുള്ള ഒരു സത്യത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്ന്. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിച്ചില്ലെങ്കിൽ ആ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. എലിക്കെല്ലാം കൊടുത്തു, ശക്തി, ബഹുമാനം, ഒരു മനുഷ്യന്റെ ജീവിതം പോലും. എന്നാൽ ഒരു ദുഷിച്ച ചിന്ത ഒന്നു മാത്രം അവന്റെ പതനത്തിന് കാരണമായി. മനസ്സിൽ തുടങ്ങി, എല്ലാം നഷ്ടത്തിൽ ചെന്ന് അവസാനിച്ചു. നമ്മുടെ ജീവിതത്തിലും അത് പലപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അസൂയ, ഭയം അല്ലെങ്കിൽ കോപം പോലുള്ള ഒരു ചെറിയ നെഗറ്റീവ് ചിന്ത നിയന്ത്രിച്ചില്ലെങ്കിൽ പതുക്കെ വലുതായി മാറുന്നു. നമ്മുടെ കണ്ണിൽ ഈ ലോകം വേറൊരു രീതിയിൽ രൂപപ്പെടാൻ തുടങ്ങുന്നു. തുടർന്ന് തീരുമാനങ്ങളായി മാറുകയും ഒടുവിൽ പ്രവർത്തനങ്ങളായി മാറുകയും ചെയ്യുന്നു. ആ പ്രവൃത്തികളാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. ഇന്നത്തെ ലോകത്ത് മറ്റുള്ളവരെക്കാൾ മികച്ചവരാകാൻ നിരന്തരമായ സമ്മർദ്ദം നിലനിൽക്കുന്നു. ആളുകൾ താരതമ്യപ്പെടുത്തുകയും വിലയിരുത്തുകയും മത്സരിക്കുകയും ചെയ്യുന്നതിനാൽ അവിടെ അസൂയ, ഭയം, കോപം തുടങ്ങിയ വികാരങ്ങൾ എളുപ്പത്തിൽ ഉണരുന്നു. നമ്മുടെ മനസ്സ് പണ്ടത്തെക്കാളും അസ്വസ്ഥമാണ്. നമ്മുടെ ജീവിതത്തിൽ ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നു. സോഷ്യൽ മീഡിയ, അനാവശ്യ അഭിപ്രായങ്ങൾ, നെഗറ്റിവിറ്റിയുടെ കുത്തൊഴുക്ക്, ഇതെല്ലാം നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്നത്തെക്കാളും കൂടുതൽ നമ്മുടെ ചിന്തകളെക്കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടത്. എല്ലാ വലിയ വിജയങ്ങളും
എല്ലാ വലിയ പരാജയങ്ങളും ആദ്യം ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി രൂപപ്പെടുത്താൻ കഴിയും. എന്നാൽ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ ഒരൊറ്റ ചിന്തയ്ക്ക് നിങ്ങൾ കെട്ടിപ്പടുത്തുന്ന എല്ലാറ്റിനെയും എളുപ്പത്തിൽ നശിപ്പിക്കാനാകും.